കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്രെഡ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും 3 നല്ല അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. ഒന്ന് ബ്രെഡും ഉരുളക്കിഴങ്ങും വെച്ച് തയ്യാറാക്കുന്ന ഒരു അടിപൊളി സാൻഡ്വിച്ച് ആണ്. നല്ല കുഞ്ഞു കുഞ്ഞു സാൻഡ്വിച്ച്. പിന്നെ ഉണ്ടാക്കുന്നത് ഒരു ബ്രെഡ് കുനാഫ. കുനാഫ ഡോ ഒന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കുനാഫ റെസിപ്പിയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് ബ്രെഡും ചിക്കനും വെച്ചിട്ട് തയ്യാറാക്കാവുന്ന ഒരു പിസ്സ. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് പിസ്സയാണ് പിന്നെ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഉരുളക്കിഴങ്ങും ബ്രെഡും ഉപയോഗിച്ചിട്ടുള്ള നല്ല കുഞ്ഞൻ സാൻഡ്വിച്ച് എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങാണ്, ചെറിയ ഉരുളക്കിഴങ്ങാണ് കേട്ടോ, 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലതുപോലെ കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. പിന്നെ വേവാൻ ആവശ്യമായിട്ടുള്ള അത്രയും വെള്ളവും കൂടി ചേർത്തതിന് ശേഷം ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് അടുപ്പത്തേക്ക് മാറ്റാം. കുക്കർ അടച്ചു വെച്ച് അതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അടുപ്പത്തേക്ക് മാറ്റുക. ഇത് അടുപ്പത്ത് വെച്ചിട്ട് 2 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കുക്കർ 2 വിസിലിന് ശേഷം ഓഫ് ചെയ്ത് അതിൽ എയറൊക്കെ പോയി കഴിഞ്ഞപ്പോൾ തുറന്നിട്ട് നമുക്കിതിൽ ഉരുളക്കിഴങ്ങ് ഓരോന്നായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് മുഴുവനും പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിതിൻ്റെ തൊലി മുഴുവൻ കളഞ്ഞിട്ടെടുക്കാം. ഉരുളക്കിഴങ്ങ് മുഴുവനും തൊലി കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു ഫോർക്കോ സ്പൂണോ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഒട്ടും കട്ടയില്ലാതെ നല്ലതുപോലെ പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് സവാള, ഒരു സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് നല്ല സ്പൈസി ആയിട്ട് ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് നല്ല എരിവുണ്ടാവും, അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കുക. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില കൂടി എടുത്തിട്ടുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂൺ മല്ലിയില നല്ല പൊടിയായിട്ട് അരിഞ്ഞത്. അപ്പോൾ ഇതിൽ ഞാൻ വേറെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പിലൊന്നും ചേർക്കുന്നില്ല. ഈ 3 സാധനങ്ങളും മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്താൽ ഒരു കുത്തൽ പോലെ ഉണ്ടാവും, കാരണം നമ്മൾ വഴറ്റുന്നില്ലല്ലോ, അപ്പോൾ ഒരു ചെറിയ കുത്തൽ പോലെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. അതുപോലെ കറിവേപ്പില നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ചേർക്കാം. അപ്പോൾ ഉള്ളിയും പച്ചമുളകും മല്ലിയിലയും കൂടി ഞാൻ ഈ ഉരുളക്കിഴങ്ങിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ വരെ ഉപ്പ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉള്ളിയും പച്ചമുളകും മല്ലിയിലയും ഒക്കെ കൂടി നമ്മുടെ ഉരുളക്കിഴങ്ങിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് കുരുമുളകിൻ്റെ ഒരു ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. കുറച്ച് ചേർത്താൽ മതി കേട്ടോ, ഒരു 1/4 ടീസ്പൂൺ വരെ മാത്രം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഈ പൊടികൾ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാനിവിടെ കുറച്ച് ബ്രെഡിൻ്റെ പീസസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് ചെറിയ കഷ്ണം ബ്രെഡാണ് കേട്ടോ, വലിയതാണെങ്കിലും അതായത് വലിയ വീതിയുള്ള ബ്രെഡാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതിൻ്റെ സൈഡിലുള്ള ബ്രൗൺ കളറിലുള്ള ഭാഗമൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം ആദ്യം നമുക്ക് 2 ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു ബ്രെഡിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കിയ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഒരുപാട് വണ്ണത്തിൽ വെക്കണം എന്നില്ല, അങ്ങനെയാകുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വരെയൊക്കെ ഒരു ബ്രെഡിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒരേപോലെ നിരത്തുക. എന്നിട്ട് മറ്റേ പീസ് ബ്രെഡ് കൊണ്ട് ഇതുപോലെ കവർ ചെയ്തെടുക്കാം. എന്നിട്ട് പതുക്കെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു കത്തി ഉപയോഗിച്ചിട്ട് നമുക്കിത് 4ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യാത്ത നമുക്ക് ബ്രെഡ് മുഴുവനായിട്ടും ഫ്രൈ ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ടും എടുക്കാം. അങ്ങനെ ഞാനിവിടെ കുറച്ചധികം ബ്രെഡ് ഉരുളക്കിഴങ്ങിൻ്റെ മസാല വെച്ച് രണ്ടും കൂടി ഒട്ടിച്ചതിന് ശേഷം കട്ട് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്യണം. അതിനായിട്ട് നമുക്ക് ആദ്യം മൈദയുടെ ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടയിൽ മുക്കിയിട്ടും ഈ ബ്രെഡ് പൊരിച്ചെടുക്കാം. ഞാനിന്ന് മൈദ ഉപയോഗിച്ചിട്ടാണ് ഇത് പൊരിക്കുന്നത്. മൈദ കുറേയൊന്നും വേണ്ട, കാരണം നമ്മളിത് ലൂസായിട്ടുള്ള ഒരു ബാറ്ററാണ് തയ്യാറാക്കുക. അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ മൈദ മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ചേർക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ്. അതിനുശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ വരെ മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർക്കാം.
ഇനി നമുക്ക് ആദ്യം ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് തീരെ കട്ടയില്ലാതെ, അതായത് ഒട്ടും കട്ടയില്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ലൂസാക്കി എടുത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കട്ടി നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഇത് നമുക്ക് ലൂസാക്കി എടുക്കാം. കുറച്ച് നേരിയ നല്ല ലൂസായിട്ടുള്ള ഒരു ബാറ്ററാണ് നമുക്കിതിലേക്ക് വേണ്ടത്. ഇത് കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ മാവ് ബാറ്ററി ഇരിക്കേണ്ടത്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ലൂസായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ബ്രെഡ് ക്രംസ് ആണ് വേണ്ടത്. ഇത് ഞാൻ കുറച്ച് ബ്രെഡ് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുത്തതാണ്. അതല്ലെങ്കിൽ നമ്മൾ റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കുന്ന ബ്രെഡ് ക്രംസും ഉപയോഗിക്കാം. അപ്പോൾ അത് ഞാനൊരു പ്ലേറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ തയ്യാറാക്കിയ ബ്രെഡിൻ്റെ ഓരോ പീസും എടുത്തിട്ട് ആദ്യം നമ്മുടെ മൈദയുടെ മിക്സിലേക്ക് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തും നല്ലതുപോലെ കവർ ചെയ്യുന്ന രീതിയിൽ വേണം ഇതിങ്ങനെ മുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസിൽ വെച്ചിട്ട് നന്നായിട്ടങ്ങ് കവർ ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിലൊട്ടും എണ്ണയൊന്നും കുടിക്കില്ല, നല്ലതുപോലെ കവർ ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. മുഴുവൻ ബ്രെഡും നമുക്ക് ഇതേപോലെ തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ ഇത് മുഴുവൻ ബ്രെഡും മൈദയുടെ ബാറ്ററിലും ബ്രെഡ് ക്രംസിലും കവർ ചെയ്തിട്ട് ഇവിടെ എടുത്തു വെച്ചിരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് 2 അല്ലെങ്കിൽ 3 ടീസ്പൂൺ വരെ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്ക്ക് പകരം ഓയിൽ ഉപയോഗിച്ചിട്ടും ഫ്രൈ ചെയ്യാം. നെയ്യാണെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാകും. പിന്നെ ഒരുപാട് നെയ്യൊന്നും ആവശ്യമില്ല, ഇതുപോലെ കുറച്ച് നെയ്യ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ചൂടായ നെയ്യിലേക്ക് നമ്മുടെ ബ്രെഡിൻ്റെ ഓരോ പീസും വെച്ച് കൊടുക്കാം. പാനിൽ കൊള്ളാവുന്ന അത്രയും ബ്രെഡ് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ബ്രെഡ് നമ്മൾ ഇതിൽ വെച്ചതിന് ശേഷം ഏകദേശം ഒരു മിനിറ്റ് വരെ മാത്രം ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ ഒരു ഭാഗം റെഡിയാവും. ആ സമയത്ത് നമുക്കിതിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. മുഴുവൻ ബ്രെഡും തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട ഭാഗവും വേവാൻ വേണ്ടിയിട്ട് ഏകദേശം 1 മിനിറ്റിലും കുറവായിട്ട് മാത്രമേ ആവശ്യമുള്ളൂ. അറിയാലോ, ബ്രെഡ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതുപോലെ നമ്മൾ മൈദ നല്ല ലൂസായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതുകൊണ്ട് അതും പെട്ടെന്ന് തന്നെ അങ്ങ് വെന്ത് കിട്ടും. അപ്പോൾ 2 സൈഡും വെന്തതിന് ശേഷം ഇതുപോലെ നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. സൈഡൊക്കെ ഇതുപോലെ കുത്തനെ നിർത്തിയിട്ട് ആ ഭാഗവും കൂടി നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. അങ്ങനെ എല്ലാ സൈഡും നമുക്ക് ഇതുപോലെ തിരിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, അല്ലെങ്കിലും അത് പെട്ടെന്ന് തന്നെ അങ്ങ് വെന്ത് കിട്ടും. എന്നാലും നന്നായിട്ട് മൊരിയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ എല്ലാ ഭാഗവും ഇതുപോലെ തിരിച്ചും മറിച്ചും വെച്ച് എല്ലാ ഭാഗവും നന്നായിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരുപാട് എണ്ണയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് കഴിക്കാൻ നല്ലതാണ്. നമ്മൾ കുറേ എണ്ണയൊന്നും ചേർക്കുന്നില്ല, 2-3 ടീസ്പൂൺ നെയ്യ് മാത്രമാണ് ചേർത്തത്. അപ്പോൾ ഇതാ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റിയും നല്ല സിമ്പിളും ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്രെഡും ഉരുളക്കിഴങ്ങും വീട്ടിലുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ റെഡി ആയിക്കോളൂ. വൈകുന്നേരത്തെ ചായക്ക് നല്ല സൂപ്പറായിരിക്കും. അടുത്തതായിട്ട് നമുക്ക് നല്ല മധുരത്തോട് കൂടിയിട്ടുള്ള പഞ്ഞി പോലെ ഇരിക്കുന്ന ബ്രെഡ് കുനാഫ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കുനാഫയ്ക്ക് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് ആദ്യം റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാര ഒരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വെള്ളവും പഞ്ചസാരയും കൂടി നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ആദ്യം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇതിവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കിടെ മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിവിടെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ തിളച്ച് തുടങ്ങിക്കഴിഞ്ഞിട്ടും ഒരു 3-4 മിനിറ്റ് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് തന്നെ ഇതൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. കൂടുതൽ വറ്റി ഒട്ടിപ്പിടിക്കുന്ന പരുവൊന്നാവണ്ട, പക്ഷെ കുറച്ച് സമയം ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ അതിനുശേഷം ഒരു 3-4 മിനിറ്റ് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ റോസ് വാട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം. റോസ് വാട്ടറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കായും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. അങ്ങനെ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാനിവിടെ കുറച്ച് ബ്രെഡ് സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 6 പീസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ചീസ് സ്പ്രെഡാണ്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ക്രീം ചീസ് അല്ലെങ്കിൽ നല്ല തിക്കായിട്ടുള്ള വേറെ ഏതെങ്കിലും ക്രീം, അതല്ലെങ്കിൽ പീനട്ട് ബട്ടർ, ന്യൂട്ടല്ല, ഇതിലേതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതിയാവും. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മൊസറല്ല ചീസാണ്.
പിന്നെ വേണ്ടത് 2 മുട്ടയാണ്. 2 മുട്ട ഞാനിവിടെ ഒരു ബൗളിൽ പൊട്ടിച്ചൊഴിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് സേമിയാണ്. സേമിയക്ക് പകരം നിങ്ങളുടെ കയ്യിൽ കുനാഫ ഡോ ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ റോസ്റ്റ് ചെയ്ത നേരിയ സേമിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ സാധാരണ പായസമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ നേരിയ ടൈപ്പിലുള്ള സേമിയാണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ കുറച്ച് തടിയുള്ള സേമിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ റോസ്റ്റ് ചെയ്ത സേമിയ എടുക്കുക. റോസ്റ്റ് ചെയ്യാത്ത സേമിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ഒരു പാനിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതിയാവും. ഇനി നമ്മൾ എടുത്തു വെച്ച മുട്ട ഇതുപോലെ ഒരു ഫോർക്കോ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ മുട്ടയിലേക്ക് ഞാനൊരു 2 തുള്ളി വരെ ഓറഞ്ച് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. നമ്മുടെ കുനാഫയ്ക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിർബന്ധമൊന്നുമില്ല, കളർ ചേർത്ത് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച ചീസ് ബ്രെഡിൽ നിന്നും കുറച്ച് എടുത്തിട്ട് നമ്മൾ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ള സൈഡൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ച ബ്രെഡിലേക്ക് പുരട്ടി കൊടുക്കാം. ആദ്യം ഒരു സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചീസ് ബ്രെഡ് എല്ലാ ഭാഗത്തുമായിട്ട് ഇതേപോലെ പുരട്ടി കൊടുക്കുക. ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൊസറല്ല ചീസ് ബ്രെഡിൽ നിറയെ ഇതുപോലെ നിരത്തി കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, വളരെ നേരിയതായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നിരത്തി കൊടുക്കുക. അതിനുശേഷം വേറൊരു പീസ് ബ്രെഡ് എടുത്തിട്ട് ഇത് കവർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഒരു ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇതുപോലുള്ള 3 ബ്രെഡാണ് ഞാനിന്നിവിടെ റെഡിയാക്കി വെക്കുന്നത്. 3 ബ്രെഡിനുള്ള മുട്ടയും മറ്റുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 3 ബ്രെഡും റെഡിയാക്കിയതിന് ശേഷം നമുക്കിത് ടോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാൻ ചൂടാകുമ്പോൾ അതിലേക്കൊരു 1.5 ടീസ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നെയ്ക്ക് പകരം ബട്ടർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ പശു നെയ്യാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമ്മൾ റെഡിയാക്കിയതിൽ നിന്നും ഒരു ബ്രെഡ് എടുത്തിട്ട് ഈ മുട്ടയിലേക്ക് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാം. ഈ ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് മുട്ട പിടിച്ചിരിക്കണം. എല്ലാ ഭാഗവും നന്നായിട്ട് മുട്ടയിലേക്ക് മുക്കിയെടുക്കണം. അതേസമയം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വെച്ചിരിക്കുന്ന മൊസറല്ല ചീസ് പുറത്ത് പോവാതെയും ശ്രദ്ധിക്കണം. ബ്രെഡ് 2 പീസ് ബ്രെഡ് ഇതേപോലെ അമർത്തി പിടിച്ചിട്ട് വേണം എല്ലാ ഭാഗത്തും മുക്കിയെടുക്കാൻ. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച സേമിയയിലേക്കും ഇത് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. സേമിയ ഈ മുട്ടയിലേക്ക് എല്ലാ ഭാഗത്തും നന്നായിട്ട് പിടിച്ചിരിക്കണം. ഇതിൻ്റെ വശങ്ങളിലൊക്കെ ഇതേപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. അങ്ങനെയാകുമ്പോൾ സേമിയ എല്ലാ ഭാഗത്തും ഒരേപോലെ ഇങ്ങനെ പിടിച്ച് കിട്ടും. അതിനുശേഷം നമുക്കിത് ടോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിരിക്കുന്ന നെയ്യിലേക്ക് ഈ ബ്രെഡ് വെച്ച് കൊടുക്കാം. നെയ്യ് ആദ്യം എല്ലാ ഭാഗത്തും ഒരുപോലെ ആയി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഈ ബ്രെഡ് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി. ഒരു ഭാഗം റെഡി ആയി കഴിയുമ്പോൾ നമുക്കിതങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് ഇളകി പോകുന്നില്ല കേട്ടോ, ചീസ് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ടാവും ഉള്ളിൽ നിന്നും. അപ്പോൾ അതങ്ങനെ ഒട്ടിപ്പിടിച്ച് നിന്നോളും. തിരിച്ചിടുന്ന സമയത്തൊന്നും ബ്രെഡ് ഇളകി പോകുന്നില്ല. വീണ്ടും നമുക്ക് ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൽ നെയ്യ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ മുകളിൽ ഒരല്പം നെയ്യ് ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആ ഭാഗം ഒന്നുകൂടെ തിരിച്ചിട്ടിട്ട് ഒന്നുകൂടി ടോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മളിതിൽ ചേർത്തിരിക്കുന്ന സേമിയ നല്ല ക്രിസ്പി ആയിട്ട് മാറുന്നത് വരെ ഇതുപോലെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് ടോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. സേമിയൊക്കെ നല്ല ക്രിസ്പിയായി മാറിയിട്ടുണ്ട്. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് ചേർക്കാനുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് രണ്ടാമത്തെ കുനാഫ കൂടി ഈ പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ആദ്യം ഉണ്ടാക്കിയ കുനാഫയുടെ മുകളിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഷുഗർ സിറപ്പ് ഒരു ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു ഒഴിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നല്ലോണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കിയ ഷുഗർ സിറപ്പിന് 1/3 ഭാഗം ഞാൻ ഈ ബ്രെഡിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ 3 കുനാഫ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ 1/3 ഭാഗം ഈ ഒരെണ്ണത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് കുറേ സമയമൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഉടനെ തന്നെ കട്ട് ചെയ്തെടുക്കാം. കാരണം ബ്രെഡ് ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഷുഗർ സിറപ്പ് കുടിച്ചോളും. അതുകൊണ്ട് കുറേ സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. കണ്ടില്ലേ, നല്ല ചീസൊക്കെ വലിഞ്ഞ് വന്നിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുനാഫയാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലെ ഇരിക്കുന്ന ബ്രെഡും
ഇതുപോലെ വലിഞ്ഞു വരുന്ന ചീസും അതിൻ്റെ ഉള്ളിലുള്ള ചീസ് സ്പ്രെഡും ഒക്കെ ആയിട്ട് ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കുനാഫയേക്കാൾ എനിക്ക് ഒന്നുകൂടി ഇഷ്ടമായത് ഈ കുനാഫയാണ്. കാരണം നമ്മളിത് ബ്രെഡ് വെച്ചിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഭയങ്കര സോഫ്റ്റായിട്ടാണ് ഇത് ഇരിക്കുന്നത്. പിന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള സേമിയയും ഷുഗർ സിറപ്പും ഒക്കെ കൂടി ആകുമ്പോൾ പറയാനില്ല, വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കുനാഫ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ നട്ട്സൊക്കെ വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം കേട്ടോ. ഞാനതൊന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിസ്തയോ ബദാമോ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രെഡ് കുനാഫ റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് ബ്രെഡ് പിസ്സയാണ്. ഓവനൊന്നും ഇല്ലാതെ പിസ്സ ബേസ് ഒന്നും വേണ്ടാത്ത വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ബ്രെഡ് പിസ്സ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വേവിച്ചെടുത്ത ചിക്കൻ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഉപ്പും കുരുമുളകും മാത്രം ഇട്ട് വേവിച്ചതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഏകദേശം 1 കപ്പോളം ഉണ്ടാവും. ഒന്നുകിൽ ഇതേപോലെ വേവിച്ചെടുക്കാം, അല്ലെങ്കിൽ ഉപ്പും കുരുമുളകും ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താലും മതിയാവും. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്തത്, പിന്നെ ഒരു തക്കാളി അതിൻ്റെ വെള്ളവും കുരുവൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തത്, പിന്നെ ഒരു വലിയ സവാളയുടെ പകുതിയോളം എടുത്തിട്ടുണ്ട്. ഇത് 3ഉം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേസിൽ ലീവ്സും 1/4 ടീസ്പൂൺ ഒറിഗാനോ കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ ഞാൻ ഇനി വേറെ ഉപ്പൊന്നും ചേർക്കുന്നില്ല. നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ ചേർത്ത ആ ഉപ്പ് തന്നെ മതിയാവും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പിസ്സ സോസാണ്. പിസ്സ സോസ് ഉണ്ടാക്കുന്നത് ഞാനിപ്പോൾ റംലാൻ പ്രിപ്പറേഷൻ എന്ന് പറയുന്ന ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതിന് മുന്നേ വേറൊരു റെസിപ്പിയും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏത് തരം പിസ്സ സോസാണോ, ഇനി പിസ്സ സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് മാത്രമായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആദ്യം 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ സൈഡിലുള്ള ആ ബ്രൗൺ കളറിലുള്ള ഭാഗമൊക്കെ നമുക്കങ്ങ് കട്ട് ചെയ്ത് കളയാം. ഇനി ഇതിൽ നിന്നും ഒരു ബ്രെഡ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പിസ്സ സോസിൽ നിന്നും ഒരു 2 ടീസ്പൂൺ വരെ എടുത്തിട്ട് എല്ലാ ഭാഗത്തും ഒരേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൊസറല്ല ചീസ് വെച്ച് കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ വരെ വെച്ച് കൊടുത്താൽ മതി. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ചിക്കൻ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. നല്ലോണം വെച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. മുകളിൽ വീണ്ടും കുറച്ച് മൊസറല്ല ചീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മറ്റേ പീസ് ബ്രെഡ് ഉപയോഗിച്ചിട്ട് ഇതങ്ങ് കവർ ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ പണി. ഇതിന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക മാത്രമേ വേണ്ടുള്ളൂ. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. രണ്ടാമത്തെ പീസ് ബ്രെഡ് വെച്ചതിന് ശേഷം നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഒരു 5 സാൻഡ്വിച്ച് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്നാക്കി കൊടുക്കാം. ബട്ടറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം. ഇനി ബട്ടറും നെയ്യൊന്നും ഇല്ലാതെ വെറുതെ നമുക്ക് ബ്രെഡൊന്നും മൊരിച്ചെടുത്താലും മതിയാവും. അപ്പോഴും നല്ല ടേസ്റ്റാണ്. നെയ്യും ബട്ടറൊന്നും നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ സാൻഡ്വിച്ച് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഓരോന്നും വെക്കുന്തോറും അതിൻ്റെ മുകളിൽ ബ്രെഡ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഒന്ന് അമർത്തി വെച്ച് കൊടുക്കുക. അങ്ങനെ 4 സാൻഡ്വിച്ച് ഞാൻ ഈ പാനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സാൻഡ്വിച്ച് വെച്ചതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി വെക്കുക. അതിനുശേഷം ഇത് നമുക്കിവിടെ അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ടൊരു 2-3 മിനിറ്റ്, ഇതിപ്പോൾ കാസ്റ്റ് അയൺ പാൻ ആയതുകൊണ്ട് ഒരു 2 മിനിറ്റ് സമയം മതിയാവും. പെട്ടെന്ന് തന്നെ റെഡിയാവും. നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊരു 4 മിനിറ്റൊക്കെ വേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇത് മൊരിഞ്ഞ് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞാനൊരു 2 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ തിരിച്ച് വെക്കുന്നതിന് മുന്നേ നമുക്ക് ഈ എല്ലാ ബ്രെഡിൻ്റെയും മുകളിൽ വീണ്ടും കുറച്ച് ബട്ടർ പുരട്ടി കൊടുക്കാം. തിരിച്ചിട്ട് കഴിഞ്ഞാൽ ആ ഭാഗവും കൂടി നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരും. ബട്ടർ പുരട്ടാണെങ്കിൽ എല്ലാ ബ്രെഡിൻ്റെ മുകളിലും ബട്ടർ പുരട്ടിയതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷവും ബ്രെഡ് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ആ ബ്രെഡും ഉള്ളിലുള്ള ഫില്ലിങ്ങും ചീസും ഒക്കെ കൂടി നന്നായിട്ടൊന്ന് ഒട്ടി നിൽക്കും. മസാല ഒന്നും ഇളകി പോവാതെ ഇരിക്കും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 4 പീസ് ബ്രെഡും ഇതേപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും അടച്ചു വെച്ചിട്ട് 1 മിനിറ്റ് വരെ ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും ബ്രെഡിൻ്റെ മറ്റേ വശവും കൂടി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും.
കാസ്റ്റ് അയൺ പാൻ ആകുമ്പോൾ നല്ല ചൂടായിരിക്കും പാനിന്, അതുകൊണ്ട് തന്നെ ഇതൊക്കെ പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ കുറച്ചുകൂടി സമയമെടുക്കും. അപ്പോൾ 1 മിനിറ്റിന് ശേഷം ഞാൻ വീണ്ടും ഇത് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബ്രെഡ് പിസ്സ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 വശവും നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ചീസൊക്കെ കണ്ടില്ലേ, ഇങ്ങനെ മുഴുവനും മെൽറ്റായിട്ടിരിക്കുകയാണ്. സാൻഡ്വിച്ച് മുഴുവനും നമുക്ക് പാനിൽ നിന്നും മാറ്റാം. അങ്ങനെ വളരെ രുചിയേറിയ ബ്രെഡ് പിസ്സയും കൂടി നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് കാണിച്ച 3 വിഭവങ്ങളും ബ്രെഡ് വെച്ചിട്ട് തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ 3 സ്നാക്സും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. താങ്ക്